എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കോക്ക് നഗരമാണ്. അങ്ങ് നോക്കത്താ ദൂരം വരെ കെട്ടിടങ്ങളോട് കെട്ടിടങ്ങൾ തന്നെ. രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാങ്കോക്ക് സുവർണഭൂം എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ തന്നെ കറൻസി എക്സ്ചേഞ്ച്, ATM, സിം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടുന്ന് ഒരു റെഗുലർ ടാക്സി വിളിച്ചിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹോട്ടൽ എടുത്തിരിക്കുന്ന ഒരു ഷോപ്പിംഗ് ലൊക്കാലിറ്റിയിലാണ്. ഇവിടുന്ന് ഒരു 1/2 hour ജേർണി ഉണ്ട്. ഈ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എയർപോർട്ട് എക്സിറ്റിൽ തന്നെ റെഗുലർ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണും. അതിൻ്റെ അടുത്ത് തന്നെ 2-3 മെഷീൻസ്. ആ മെഷീനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഈ ടാക്സി എടുക്കുന്ന ലൈൻ നമ്പറും ടാക്സിയുടെ നമ്പറും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ മതി. അവരെ നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ എത്തിക്കും. മാത്രമല്ല അവർ അന്നേരമായിരിക്കും പറയുന്നത് എത്രയാണ് ടാക്സി ഫീ എന്നുള്ളത്. തായ്ലൻഡിലെ മിക്ക ഹോട്ടലുകളും ചെക്ക് ഇൻ അനുവദിച്ചിരിക്കുന്നത് 3 മണിക്കാണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് ലഗേജൊക്കെ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ജസ്റ്റ് ലഗേജ് ഡ്രോപ്പ് ചെയ്യാണ് ഇവിടെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡിസംബർ മോൾ, ലെഫ്റ്റ് സൈഡിൽ പ്ലാറ്റിനം മോൾ. നമ്മൾ ഫസ്റ്റ് ഡിസംബർ മോൾ ചെക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ച് പോവുകയാണ് അങ്ങോട്ട്. ഡിസംബർ മോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്ലാറ്റിനം മോളിലെത്തി. പ്ലാറ്റിനം മോൾ ഒരു 6 floor ബിൽഡിംഗ് ആണ്. ഇതിന് പല സോൺസ് ഉണ്ട്. ഒരു സോണിൽ ക്ലോത്തിങ്, ബാഗ്സ് ഒക്കെ ആണെങ്കിൽ മറു സോണിൽ കോസ്മെറ്റിക്സ് ആയിരിക്കും. നമുക്ക് ഏത് ഐറ്റമാണോ വേണ്ടത് അതിനനുസരിച്ച് ആ സോണിൻ്റെ എൻട്രൻസിൽ കൂടി കയറാവുന്നതാണ്. ഇതിൻ്റെ നടപ്പാതയിലും ഷോപ്സ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും ഷോപ്സ് ഉണ്ട്. 2000-ഓളം ഷോപ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രൈസ് വളരെ കുറവാണ് എന്ന് തോന്നിയില്ല. നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിം പ്രൈസാണ്. ഇവിടുത്തെ തായ് ബാത്തിൽ 100-200 ബാത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. പക്ഷെ നമ്മളത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 ബാത്ത് എന്ന് പറയുന്നത് 500 rupees-ആണ്. സോ പ്രൈസ് ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ ഡിസൈൻസും ക്വാളിറ്റിയും ഡിഫർ ചെയ്യുന്നുണ്ട്. ആറാമത്തെ നില ഫുഡ് കോർട്ടാണ്. ഇവിടെ തായ് ഫുഡാണ് കൂടുതലും കിട്ടുന്നത്. ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ താഴത്തെ നിലകളിലെ ഷോപ്പുകളിൽ ഇന്ത്യക്കാരുടേതും ഉണ്ട്. പലരും ഹിന്ദി സംസാരിക്കുന്നവരാണ് കൂടുതലും. പിന്നെ ടൂറിസ്റ്റുകൾ ഈവൻ മലയാളികളും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഓരോ ഫ്ലോറിലും ചെറിയ ചെറിയ ഈ ഷേക്ക് കിട്ടുന്ന തരത്തിലുള്ള, കോഫി കിട്ടുന്ന തരത്തിലുള്ള ഷോപ്പുകളും ചെറിയതുണ്ട്. സ്റ്റോൾസ് പോലത്തെയുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ 6th floor വരണം. അവിടെയാണ് വിശാലമായത്. ഇവിടെ തൊട്ടടുത്ത് ഫീനിക്സ് എന്നൊരു മോളുണ്ട്. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, റോയൽ ദോസ. അവർക്ക് മോർ ദാൻ 1 branches ഉണ്ട് ബാങ്കോക്കിൽ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. റോയൽ ദോസ റെസ്റ്റോറൻറ്റ്.
ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, പലതരത്തിലുള്ളത്. പിന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ക്ലോത്തിങ്, ഓരോരോ വഴികളിൽ കൂടെ ക്ലോത്തിങ് ഷോപ്സാണ്. സ്ട്രോബെറി ജാമിലുള്ള ബ്രെഡ്. ഇപ്പോൾ ഇവിടെ 7 മണി, വൈകിട്ട് 7 മണി ആയതേ ഉള്ളൂ. പക്ഷേ സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും തന്നെ ക്ലോസ് ചെയ്യാണ്. അപ്പം ഈ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് രാത്രിയായ ഷോപ്സ് എല്ലാം ക്ലോസ് ആവും. കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് തായ്ലൻഡിലേക്ക് വരുമ്പം എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എന്തൊക്കെ സ്റ്റെപ്സിൽ കൂടിയാണ് കടന്നു പോയത് എന്നത് ഷെയർ ചെയ്യാം എന്ന് കരുതുന്നു. ചിലർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. സോ ആദ്യം തന്നെ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് തായ്ലൻഡിലേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് തായ്ലൻഡിലേക്ക്, അതായത് ബാങ്കോക്കിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കൊച്ചിയിൽ നിന്ന് നോക്കിയപ്പം കൊച്ചിയിലുള്ള ഫ്ലൈറ്റ് ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയി അവിടുന്ന് ഫ്ലൈറ്റിലാണ് വന്നത്. എങ്കിലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റും ബുക്ക് ചെയ്തു എങ്കിലും എനിക്ക് കമ്പാരിറ്റീവ്ലി അത് ലെസ് ചാർജസേ ഉണ്ടായിരുന്നുള്ളൂ ദാൻ ബാംഗ്ലൂർ ടു ബാങ്കോക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിനേക്കാളും. സോ അത് ചാർജസ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ചില മേ ബി നമുക്ക് നല്ല ഓഫർ കിട്ടിയെന്നിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇൻ കേസ് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്, പിന്നെ അവിടെ നിന്നാണ് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കുന്നതെങ്കിൽ 3 hours മുമ്പ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ബോർഡിങ്ങിന് വേണ്ടി ചെല്ലണമെന്നാണ് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം മാക്സിമം നമ്മൾ ഒരുപാട് നേരത്തെ 3 മണിക്കൂർ കറക്റ്റ് സമയത്തല്ലാതെ ഒരു 4-5 മണിക്കൂർ മുന്നേ അവിടെ എത്തുന്ന രീതിയിൽ ഫ്ലൈറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ ഫ്ലൈറ്റ്സ് പോസ്റ്റ്പോണ്ട് ആകാൻ വേണ്ടിയുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് പോസ്റ്റ്പോണ്ട് ആയിരുന്നു. അതിൽ ഒരു 55 മിനിറ്റ്സാണ് എൻ്റെ പോസ്റ്റ്പോണ്ട് ആയത്. സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത് ഒരു 3.5 hours ബിഫോറേ ഞാൻ എത്തത്തുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. അതുകൊണ്ട് ഞാൻ എയർലൈനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു ഫീച്ചറുണ്ട് പ്ലാൻ ബി. ആ പ്ലാൻ ബി നമുക്ക് എലിജിബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് 2 മണിക്കൂർ മുമ്പത്തേക്ക് പോസ്റ്റ്പോണ്ട് ആവണം, അല്ലെങ്കിൽ 1 hour അഡ്വാൻസ് ആയിരിക്കണം, പുറകോട്ടായിരിക്കണം. ഇതിപ്പോൾ 55 മിനിറ്റ്സ് മാത്രം പോസ്റ്റ്പോണ്ട് ആയതുകൊണ്ട് അവർ ഇതിന് നമ്മളെ എലിജിബിൾ ആക്കില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഫ്ലൈറ്റ് എടുക്കുക. സോ അതിനാണെങ്കിൽ ആസ് യൂഷ്വൽ ക്യാൻസലേഷൻ ചാർജസ് ഉണ്ട്. സോ ഈ പ്ലാൻ ബിയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും അതേ എയർലൈൻ്റെ തന്നെ വേറൊരു ഫ്ലൈറ്റിലേക്ക് നമുക്ക് മാറി കയറാവുന്നതാണ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ മാക്സിമം നേരത്തെ എത്തുക. ഒരു ടൈം ഗ്യാപ്പ് ഇടണം ഇൻ കേസ് ഫ്ലൈറ്റിൽ ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ. ഈവൻ ദോ എൻ്റെ ഫ്ലൈറ്റിന് ഡിലേ സംഭവിച്ചിട്ടും പിന്നെ ഞാൻ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം പിന്നെ ഒരു
45 മിനിറ്റ്സ് വീണ്ടും ഡിലേ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാക്റ്റ് 3 hours മുമ്പാണ് അവിടെ കൊച്ചി ഇൻ്റർനാഷണൽ ടെർമിനലിലെത്തിയത്. സോ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ലഗേജ് ചെക്കിന് വേണ്ടി നമ്മൾ പോകും. അവിടെ പ്രോബബ്ലി എല്ലാവരോടും ചോദിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കറൻസി നമ്മളെത്ര തായ് ബാത്ത് ക്യാരി ചെയ്യുന്നുണ്ട്, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, പർപ്പസ് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. മിക്കവരോടും ചോദിക്കുമായിരിക്കും. സോ അതിൽ കറൻസി എപ്പോഴും നമ്മൾ കുറച്ച് കൺവേർട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റീസൺ ഞാൻ വഴിയെ പറയാം. സോ അവിടെ അത് ലഗേജ് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നേരെ നമുക്ക് മൈഗ്രേഷൻ ഉണ്ട്. മൈഗ്രേഷൻ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി ചെക്ക് ഇൻ, ദെൻ ഫ്ലൈറ്റ് ബോർഡിങ്. സോ ഇവിടെ തായ്ലൻഡ് ബാങ്കോക്കിൽ വന്നതിന് ശേഷം ബാങ്കോക്ക് എയർപോർട്ടിൽ ഉള്ളത് ആദ്യം തന്നെ നമ്മൾ ചെല്ലേണ്ടത് വിസ ഓൺ അറൈവൽ, അതാണ്. സോ വിസ എടുക്കണം. അവിടെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കും കൂടി ആയത് 1000 ബാത്താണ്, 1000 തായ് ബാത്താണ് അവിടെ പേ ചെയ്തത്. സോ കറൻസി കയ്യിലുണ്ട് എങ്കിൽ ഇതിനൊക്കെ സൗകര്യപ്രദമായിരിക്കും. അതിനുശേഷം നമുക്ക് ലഗേജ് കളക്ട് ചെയ്ത് എക്സിറ്റ് ആവാം. ഇനി അഥവാ നമുക്ക് സിം വേണമെങ്കിൽ, സെക്കൻഡ് ഒരു സിം വേണം. തായ്ലൻഡിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിം വേണം. ഒന്നെങ്കിൽ നമുക്ക് സിം അവിടുന്ന് ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് എടുക്കാം, കാരണം അവിടെ എയർപോർട്ടിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അതല്ല എങ്കിൽ നമുക്ക് 7-Eleven കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, അവിടെയും ഇത് അവൈലബിൾ ആയിട്ടാണ്. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിം തന്നെ, ഏത് നെറ്റ്വർക്കിൻ്റെ ആണെങ്കിലും സിം തന്നെ, അവർക്ക് അവരുടേതായ ഓഫേഴ്സ് ഉണ്ട്. പ്രീപെയ്ഡ് ആണെങ്കിലും പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും അതിനനുസരിച്ച് നമുക്കത് ഇൻ്റർനാഷണൽ റോമിങ്ങിൻ്റെ ഉള്ളത് ആ പാക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ സിം എടുക്കേണ്ട ആവശ്യമില്ല. സോ പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ക്യാബാണ്. ക്യാബ് ഇവിടെ മെയിൻലി ഉള്ളത് ഗ്രാബുണ്ട്, ബോൾട്ട് ഉണ്ട്. ഫ്രം എയർപോർട്ട് നമുക്ക് റെഗുലർ ടാക്സീസും ഉണ്ട്. സോ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ബോൾട്ടിനാണ് കുറച്ച് പൈസ കുറവ്. കറൻസിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തായ് ബാത്തുമായിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതിന് കാരണം ഇവിടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും വർക്കാവും നമ്മുടെ, പക്ഷേ അതിൻ്റേതായ ചാർജസും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് കുറച്ചെങ്കിലും കയ്യിൽ ഉള്ളത് എപ്പോഴും നല്ലത്. That's all for the day. We'll meet you with another video soon. Bye.